തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലിത്തമ്പ്രാന്റെ വരവായ ചൊല്ല്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. വിജ്ഞാനതീരം സ്കൂൾ റേഡിയോ, യോഗിനിമാത ഗേൾസ് ഹൈസ്കൂൾ, കൊല്ലങ്കോട്. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ കൃഷ്ണേന്ദു. ഞാൻ ആതിര കൃഷ്ണ. ഇനി സ്കൂൾ വാർത്തകൾ. ഓഗസ്റ്റ് 29 യോഗിനിമാത സ്കൂളിൽ ഓണാഘോഷം നടന്നു. ചൈനയിലെ ഷാങ്ലോവിൽ വെച്ച് നടക്കുന്ന അണ്ടർ-15 ലോക വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതിനുള്ള ഇന്ത്യൻ ടീം ക്യാമ്പിലേക്ക് യോഗിനിമാത സ്കൂളിലെ 10th Eയിൽ പഠിക്കുന്ന ശ്രീനിധി യു തിരഞ്ഞെടുക്കപ്പെട്ടു. യോഗിനിമാത സ്കൂളിലെ 9th Eയിൽ പഠിക്കുന്ന ഐശ്വര്യ ബി.കെ അബാക്കസ് നാഷണൽ ലെവലിൽ 1ാം റാങ്ക് കരസ്ഥമാക്കി. ഓഗസ്റ്റ് 18 ആരംഭിച്ച ഓണപ്പരീക്ഷകൾ ഓഗസ്റ്റ് 27 അവസാനിച്ചു. 29 ഓണം അവധി തുടങ്ങുന്നത്. ഒരു ഓണക്കാലം കൂടി വന്നിരിക്കുന്നു. ഏവർക്കും സന്തോഷം നിറഞ്ഞ ഒരു ഓണം ആശംസിക്കുന്നു. മഹാബലി ചക്രവർത്തി തൻ്റെ പ്രജകളെ സന്ദർശിക്കുന്ന സവിശേഷ സന്ദർഭത്തിൻ്റെ പ്രതീകമാണ് ഓണം. തിരുവോണ നാളിൽ തങ്ങളുടെ മഹാരാജാവിനെ വരവേൽക്കുന്ന മലയാളികൾക്ക് മുഴുവനും 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം ആഹ്ലാദഭരിതമാണ്. വിളവെടുപ്പിൻ്റെ ഉത്സവം എന്നും ഓണം അറിയപ്പെടുന്നു. ജാതിയും മതവും ഒന്നും നോക്കാതെ എല്ലാവരും ഒരുപോലെ സന്തോഷത്തോടെ ഓണം ആഘോഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓണത്തെ കേരളത്തിൻ്റെ ദേശീയോത്സവം എന്നും വിശേഷിപ്പിക്കുന്നു. ഓണാഘോഷത്തിൻ്റെ പിന്നിൽ മഹാബലി ചക്രവർത്തിയുടെ മഹിമ നിലകൊള്ളുന്നു. അദ്ദേഹം അസുരവംശജനായിരുന്നുവെങ്കിലും അദ്ദേഹം ധർമ്മത്തിലും സത്യനിഷ്ഠയിലും നീതി പുലർത്തിയിരുന്നു. ജനങ്ങൾക്കും അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഭരണകാലം സമൃദ്ധിയും സമാധാനവും നിറഞ്ഞതായിരുന്നു. എന്നാൽ മഹാബലിയുടെ മഹത്വം ദേവന്മാരെ അസൂയപ്പെടുത്തി. അവർ മഹാവിഷ്ണുവിൻ്റെ സഹായം തേടി. അതിൻ്റെ ഫലമായി മഹാവിഷ്ണു വാമനരൂപം സ്വീകരിച്ച് മഹാബലിയെ സമീപിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് 3 അടി ഭൂമി ആവശ്യപ്പെട്ടു. മഹാബലിയുടെ ദാനശീലത്തിനു മുൻപിൽ ആരും തടസ്സം നിന്നില്ല. വാമനൻ്റെ 2 അടിയിൽ ഭൂമിയും ആകാശവും നിറഞ്ഞപ്പോൾ 3ാമത്തെ അടി വയ്ക്കാൻ മഹാബലി തൻ്റെ തല സമർപ്പിച്ചു. അങ്ങനെ അദ്ദേഹം പാതാളത്തിലേക്ക് പോയെങ്കിലും തൻ്റെ ജനങ്ങളെ വർഷത്തിലൊരിക്കൽ സന്ദർശിക്കാൻ അദ്ദേഹത്തിന് അനുവാദം ലഭിച്ചു. ഈ സന്ദർശനത്തെ വരവേൽക്കാനാണ് കേരളം ഓണം ആഘോഷിക്കുന്നത് എന്നാണ് വിശ്വാസം. പുതുവസ്ത്രങ്ങൾ അണിയുക, പൂക്കളമൊരുക്കുക, ഊഞ്ഞാലാടുക, എല്ലാവരും ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കുക തുടങ്ങിയവ ഓണാഘോഷങ്ങളിൽ കാണാം. കൂടാതെ ധാരാളം കലാകായിക മത്സരങ്ങളും വിനോദങ്ങളും ഓണവുമായി ബന്ധപ്പെട്ട് നടക്കാറുണ്ട്. പുലികളി, വള്ളംകളി, ഓണപ്പാട്ടുകൾ പാടുക, വടംവലി, കൈകൊട്ടിക്കളി തുടങ്ങിയവ ചില ഓണവിനോദങ്ങളാണ്. ഓണാഘോഷത്തിലെ ഒരു പ്രധാന ഘടകമാണ് പൂക്കളം. തിരുവോണ ദിവസം വരുന്ന മാവേലി തമ്പുരാനെ വരവേൽക്കാനായി അത്തം മുതൽ പൂക്കളമിട്ട് തുടങ്ങുന്നു. തൃശ്ശൂർ ജില്ലയിലെ തെക്കൻ ഭാഗങ്ങളിൽ തൃക്കാക്കരയപ്പനെ ഒരുക്കുന്ന പതിവുണ്ട്. പാലക്കാട് പ്രദേശങ്ങളിൽ ഉത്രാടം നാളിലെ ഈ പരിപാടി തുടങ്ങുന്നു. ഓണത്തിനു ദിവസങ്ങൾ മുൻപ് തന്നെ മണ്ണുകൊണ്ട് തൃക്കാക്കരയപ്പനെ ഉണ്ടാക്കും. ഓണത്തലേന്ന്, അതായത് ഉത്രാട ദിവസം സന്ധ്യയ്ക്ക് മുൻപ് ഈ തൃക്കാക്കരയപ്പനെ പൂമുഖത്ത് വയ്ക്കും. മഹാബലിയെ വരവേൽക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അരിമാവ് കൊണ്ട് കോലം വരച്ച് അതിനു മുകളിൽ തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിക്കുന്നു. ഇതിനെ ഓണം കൊള്ളുക എന്നും പറയുന്നു. but
ഓണത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം അതിൻ്റെ സാമൂഹിക ഐക്യം തന്നെയാണ്. വിവിധ മതങ്ങളിലെയും ജാതിയിലെയും ആളുകൾ ഒരുപോലെ ഓണത്തിന് പങ്കുകൊള്ളുന്നു. ഓണം നമ്മെ ഐക്യത്തെയും സമത്വത്തെയും കുറിച്ച് പഠിപ്പിക്കുന്നു. മഹാബലിയുടെ സുവർണകാലത്തെ ഓണം ഇന്നത്തെ തലമുറയോട് നീതിയും സ്നേഹവും പുലർത്തണമെന്ന സന്ദേശം നൽകുന്നു. എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ഒരു ഓണം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.